മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് രസീത് ദേവസ്വം ബോർഡ് ജീവനക്കാർ പരസ്യപ്പെടുത്തി എന്ന മോഹൻലാലിന്റെ പ്രതികരണം തെറ്റിദ്ധാരണ മൂലമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രസീതിന്റെ ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത്. രസീത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ലെന്ന് വിശദീകരണം. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഇത് ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുന്നു, അത് പിന്നീട് ഒരുപാട് വൈറലായി മാറുമ്പോൾ അതൊരു തരം വിമർശനത്തിൻ്റെ വഴിയിലേക്കൊക്കെ തന്നെ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു. അത് വലിയ ഖേദകരം എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ ഈ വിശദീകരണം ദേവസ്വം ബോർഡ് നൽകുമ്പോൾ മോഹൻലാലിന് തെറ്റിദ്ധരിച്ചതാണെന്നാണ് അവർ പറയുന്നത്. സ്മിത, കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെയാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അതായത് താൻ ഇത്തരത്തിൽ സതുദ്ദേശത്തോടു കൂടി ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചു, പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് ചോർത്തി നൽകിയില്ലെങ്കിൽ പുറത്തുവിട്ടത് ദേവസ്വം ബോർഡ് എന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് എന്തായാലും ഒരു ഔദ്യോഗികമായി തന്നെ ഒരു വിശദീകരണം പുറത്തു വരുന്നത്. അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മോഹൻലാൽ ചെയ്ത വഴിപാടിൻ്റെ വിവരങ്ങൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ മമ്മൂട്ടിക്ക് നടത്തിയ വഴിപാടിൻ്റെ രസീത് ഇത് ഭക്തർക്ക് നൽകുന്ന ഭാഗമാണ് പുറത്തു വന്നത്. അത് നൽകിയത് മാധ്യമങ്ങൾ എന്നാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കൗണ്ടറിൽ കൃത്യമായി ഇത്തരം ഫയലുകൾ സൂക്ഷിക്കുന്നു, ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. ഇത് പുറത്തേക്ക് വിടുന്ന രീതി ദേവസ്വം ബോർഡിലില്ല. വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് മോഹൻലാൽ പ്രസ്താവന തിരുത്തണമെന്നാണ് ദേവസ്വം ബോർഡ് നിലവിൽ ആവശ്യപ്പെടുന്നത്. അന്ന് നമ്മളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ തോതിൽ ആളുകൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായ ഒരു വാർത്ത കൂടിയായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചെല്ലാം തന്നെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വഴിപാട് വാർത്തയൊക്കെ ശബരിമലയിൽ നിന്ന് നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈ താരയുദ്ധങ്ങളൊക്കെ പലപ്പോഴും പല ഇൻഡസ്ട്രികളിലും നടക്കുമ്പോൾ മലയാളത്തിൻ്റെ 2 താരരാജാക്കന്മാർ പരസ്പര സ്നേഹം നടത്തി വലിയ മാതൃക എന്ന തരത്തിൽ കാണിച്ചൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ മറ്റൊരു തലത്തിൽ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വസ്തുതകൾ മനസ്സിലാക്കി നിലപാട് ദേവസ്വം ബോർഡ് ഈ കാര്യം പുറത്തുവിട്ടുന്ന നിലപാട് തിരുത്തണമെന്നൊരു പ്രസ്താവന എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും മോഹൻലാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക, അതിനോട് പ്രതികരിക്കുമോ അതോ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുമോ എന്നൊക്കെ കണ്ടറിയണം. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിശദീകരണം വരുന്നു. നമ്മളെല്ലാവരും അന്ന് നൽകിയൊരു വാർത്തയാണ്, വളരെ പോസിറ്റീവായി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് മോഹൻലാലിൻ്റെ ദേവസ്വം ബോർഡ് മോഹൻലാലും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകൾ നടത്തിയ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏത് തരത്തിലായിരിക്കും ഇനി മോഹൻലാലിൻ്റെ ഇതിലുള്ള ഒരു പ്രതികരണം എന്നത് കണ്ടറിയേണ്ടത്. എന്തായാലും ദേവസ്വം ബോർഡ് അവരുടെ ഭാഗത്തു നിന്ന് ഈ വിവരങ്ങൾ ചോർന്നു എന്ന കാര്യം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇവിടെ. ജയശങ്കർ, ഇത് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി, മോഹൻലാൽ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ വലിയ എന്ത് കാര്യം വന്നാലും അവർ അത്രയും ആ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആശങ്ക ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിനെ അതിൻ്റെ റൈറ്റ് സെൻസിൽ എടുത്തില്ല എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം വന്നത്. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ പോയില്ല എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരം. ഇനിയിപ്പോൾ മോഹൻലാൽ അതിൽ പ്രതികരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമല്ലേ? അതായത് സ്മിത, അന്ന് മോഹൻലാൽ ഇത് വളരെ പോസിറ്റീവായി ചെയ്ത കാര്യമാണ്. നമ്മളും ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവാണ് ആയിട്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയത്. അത് ജനങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. പലപ്പോഴും ഇത്തരത്തിൽ വാർത്തകളൊക്കെ നൽകുമ്പോൾ കമൻറ്റ് ബോക്സുകളിൽ, നമ്മുടെ ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ പലപ്പോഴും വലിയ തോതിലുള്ള തെറികളും മറ്റ് പരാമർശങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും വന്നിട്ടില്ല. ഈ താരരാജാക്കന്മാർ തമ്മിലുള്ള 2 മുതിർന്ന താരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പ്രകീർത്തിക്കുന്ന, അതിനെ പോസിറ്റീവായി കാണുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. അന്ന് നമ്മൾ ശബരിമല നടയിറങ്ങുമ്പോൾ മോഹൻലാലിനെ ഉൾപ്പെടെ ഈ വിഷയമായി കണ്ടിരുന്നു. അന്ന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ അവസാനിക്കട്ടെ, അങ്ങനെ നമുക്ക് ആശിക്കാം. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.